BJP തന്നെയാണ് ഇപ്പോൾ പരിപൂർണമായും കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അത് സഖ്യകക്ഷികളെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ്. മന്ത്രിസഭാ യോഗം പോലും ക്യാബിനറ്റ് അടിയന്തരമായി ചേരുമ്പോൾ അതിൽ സഖ്യകക്ഷികളുടെ മന്ത്രിമാർ പലപ്പോഴും ഉണ്ടാകാറില്ല എന്നുള്ളതാണ് വാസ്തവം. അവൈലബിൾ ക്യാബിനറ്റ് എന്ന രീതിയിലാണ് പലപ്പോഴും ചർച്ചകൾ നടത്തുന്നത്. വഖഫ് നിയമ ഭേദഗതി ഉൾപ്പെടെ സുപ്രധാന ബില്ലുകളെല്ലാം തന്നെ ഇങ്ങനെയൊക്കെയാണ് അവതരിപ്പിക്കുന്നത്. ബീഹാറിലെ ഘടകകക്ഷിയായിട്ടുള്ള ഐക്യ ജനതാദളോ ആന്ധ്രയിലെ ഘടകകക്ഷിയായിട്ടുള്ള TDPയോ ഈ ചർച്ചകളിലൊന്നും സജീവ പങ്കാളിത്തം നടത്തിയിട്ടില്ല എന്നുള്ളത് പാർലമെന്റിൽ MP-മാരുടെ ആശ്ചര്യം കാണുമ്പോൾ തന്നെ അറിയാം. പല കാര്യങ്ങളും മറ്റുള്ള പ്രതിപക്ഷ MP-മാർ കേൾക്കുന്നത് പോലെ പുത്തൻ അനുഭവമാണ് ഇവർക്ക് പോലും. BJPയുടെ സഖ്യകക്ഷികളായവർക്ക് പോലും ഭരണകാര്യത്തിൽ ഇടപെടാൻ കഴിയുന്നില്ല എന്ന തരത്തിലാണ്. കേവല ഭൂരിപക്ഷം നൽകിയിട്ടില്ലെങ്കിലും BJP അത് കിട്ടിയ മുറയ്ക്കുള്ള രീതിയിലാണ് അവരുടെ പ്രവർത്തനം മുഴുവനും. നായിഡുവിനെയും നിതീഷിനെയും ഇതിൽ കൂടുതൽ ചൊടിപ്പിക്കാൻ ഒന്നും തന്നെയില്ല. നായിഡുവും നിതീഷും വിചാരിച്ചാൽ ഇപ്പൊ വേണമെങ്കിലും തള്ളിയിടാം. 28 MP-മാർ അവരുടെ പക്കലുണ്ട്. എന്നാൽ ചിരാഗ് പാസ്വാനെയും അതുപോലെ ഏകനാഥ് ഷിൻഡെയും ഒക്കെ കൂട്ടുപിടിച്ച് നിർത്തിയിരിക്കുകയാണ്. ഷിൻഡെയുടെ 7 MP-മാർ പിന്നോട്ട് നീങ്ങിയാൽ തന്നെ മന്ത്രിസഭ ഒരുപക്ഷെ വീണേക്കാം. അത്രയ്ക്ക് ശക്തമാണ് ഇപ്പോഴത്തെ പ്രതിപക്ഷത്തിന്റെ നില. കാരണം കേവല ഭൂരിപക്ഷം ഇല്ലാത്ത BJPയെ എപ്പോ വേണമെങ്കിലും തള്ളിയിടാൻ കോൺഗ്രസിന് ഉപാധികളില്ലാതെ മറ്റുള്ളവർക്ക് കൃത്യമായ ഓഫർ കൊടുത്താൽ മതിയാകും. പ്രധാനമന്ത്രി സ്ഥാനം ഉൾപ്പെടെ മറ്റുള്ള സഖ്യകക്ഷികൾക്ക് വാഗ്ദാനം ചെയ്താൽ ഇപ്പൊ വേണമെങ്കിലും കോൺഗ്രസിന് മന്ത്രിസഭ ഉണ്ടാക്കാം. അതിന് അനിവാര്യം എന്നത് നിലവിലെ മന്ത്രിസഭയെ തള്ളിത്താഴയിടാൻ ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരികയും ആ അവിശ്വാസ പ്രമേയത്തെ പാർലമെന്റിന്റെ ഇരുസഭകളും പിന്താങ്ങുകയും ചെയ്യുന്ന ഒരു നിമിഷത്തേക്ക് നീങ്ങുകയാണ്. ഒരുപക്ഷെ അങ്ങനെ ഉണ്ടായാൽ അതിൽ BJPയുടെ പാർലമെന്ററി പാർട്ടി നേതൃസ്ഥാനം മോദിയിൽ നിന്നും നഷ്ടമാകും. 75ാം പിറന്നാളിനോടനുബന്ധിച്ച് മോദിയെ കാത്തിരിക്കുന്ന ഒരു വലിയ ദുരന്തമാണത് എന്ന് തന്നെയാണ് ഇപ്പോൾ സഖ്യകക്ഷികൾ കൂടി വ്യക്തമാക്കുന്നത്. എന്നും ഒറ്റയ്ക്ക് തീരുമാനമെടുത്തേ ശീലമുള്ളൂ എന്ന് കരുതുന്ന മോദി ഗുജറാത്തിലായിരുന്നാലും ഇന്ത്യയിൽ പ്രധാനമന്ത്രി ഭരണത്തിലായിരുന്നാലും സഖ്യകക്ഷി ഭരണം എന്ന രീതിയിൽ തീരുമാനമെടുക്കാൻ മോദി ഇന്നേ വരെ ശ്രമിച്ചിട്ടില്ല. 2002 മുതൽ ഗുജറാത്തിൽ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടം മുതൽ മോദി ഒരു രീതിയിലും സഖ്യകക്ഷികളുടെ അനുമാനത്തിൽ എത്തിച്ചേരാതെ ഡിക്റ്റേറ്റർഷിപ്പ് ഭരണമാണ് നടത്താൻ ശ്രമിച്ചിട്ടുള്ളത്. അത് തന്നെയാണ് 2014-ലും 2019-ലും നടത്തിയത്. അതുകൊണ്ടാണ് 19 മുതൽ 24 വരെയുള്ള ആ ഭരണത്തിന്റെ ആധിപത്യത്തിന്റെ ഹാങ് ഓവറിൽ ഇപ്പോഴും ഓം ബിർള പലപ്പോഴായി രാഹുൽ ഗാന്ധി അധിക്ഷേപിക്കുന്നത്.